വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫ്ഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക. പാങ്ങോട് CI മെഡിക്കൽ കോളേജിൽ എത്തി പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. മറ്റ് 4 കേസുകൾ വെഞ്ഞാറമൂട് സ്റ്റേഷനിലാണ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, പ്രതി അഫ്ഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനായി പാങ്ങോട് CI ആണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യം പ്രതിയെ വാപ്പുമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഇയാളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുക? ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും പ്രതി അഫ്ഫാന്റെ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക ഈ ഉമ്മുമ്മയെ കൊന്ന കേസിലാണ്. അതായത് പ്രതിയുടെ വാപ്പയുടെ ഉമ്മ വാപ്പുമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരിക്കും ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക. പാങ്ങോട് CI മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിൽ ഈ പ്രതിക്ക് ഈ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറും. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഡിസ്ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസ് പാങ്ങോട് സ്റ്റേഷനിലും ബാക്കിയുള്ളത് വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലുമാണ്. ഏതായാലും ആദ്യം അറസ്റ്റ് ഈ വാപ്പുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഈ വാർത്ത കേട്ടത് വളരെ ഞെട്ടലോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനോനില ഉള്ള ആൾക്ക് ഇത്രത്തോളം കൂട്ടക്കൊലപാതകങ്ങൾ, അതും ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല. ബോധപൂർവമാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നൊരു കാര്യം. മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇവിടെ പ്രതിയുടെ ഉമ്മ ഷെമി ചികിത്സയിൽ കഴിയുന്നുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നേരിയ രീതിയിൽ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളൊരു വാർത്തയടക്കം നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ്. അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർമാരോടും ഏറ്റവും അടുത്ത ബന്ധുക്കളോടും ഒക്കെ. അപ്പോൾ അവരുടെ മൊഴി ഇനി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം നടന്ന 4 ദിവസമാകുമ്പോഴും പല ചോദ്യങ്ങൾ, അതിനൊന്നും തന്നെ ഉത്തരം കിട്ടിയിട്ടില്ല. ദുരൂഹതകളുടെ ചുരുളഴിക്കുന്നതിന് വേണ്ടിയും യഥാർത്ഥ കാരണത്തിലേക്ക് വെളിച്ചം വീശാനും ഈ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയ്ക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലടക്കം ഉള്ള സംഘം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അതിനുശേഷം അവരോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. അതായത് ഈ കൂട്ട ആത്മഹത്യ എപ്പോഴെങ്കിലും അത്തരത്തിൽ ചിന്തിച്ചിരുന്നോ, അവരുടെ സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക കടങ്ങൾ ഏത് രീതിയിലാണ്, എന്ത് കാരണത്താലാണ് ഈ ആദ്യം ഈ ഉമ്മയെ ഈ പ്രതി ഉപദ്രവിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ദുരൂഹതകളുടെയും ഈ എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണം, യഥാർത്ഥ കാരണം എന്നതിൻ്റെ ഉൾപ്പെടെ ചുരുളഴിയണം എന്നുണ്ടെങ്കിൽ അതിൽ ഉമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത് ഈ പ്രതി നൽകിയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കുറേ വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കൽ ഉള്ളത്. ഏതായാലും ഷെമിയുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാകും. ഇന്ന് അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മറുവശത്ത് പ്രതിയുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ദേവിക. രശ്മി, അതോടൊപ്പം തന്നെ എപ്പോഴായിരിക്കും ഈ അഫ്ഫാനെ പുറത്തേക്ക് കൊണ്ടുവരിക? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? കാരണം CI അടക്കം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ എത്രത്തോളം വേഗത്തിലാണ് അവിടെ പുരോഗമിക്കുന്നത്? 4 ദിവസം കഴിഞ്ഞു ഈ കൂട്ടക്കൊലപാതകങ്ങൾ കഴിഞ്ഞിട്ട്. പ്രതി എലിവിഷം കഴിച്ചു എന്ന് അറിയുകയും തുടർന്ന് ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കഴിച്ചത്. പിന്നീട് മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ രൂപീകരിച്ച് പ്രതിയുടെ മാനസിക നിലയും ശാരീരിക അവസ്ഥയും ഒക്കെ തന്നെ പരിശോധിച്ച് വരികയായിരുന്നു. അപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ പ്രതിക്കില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിക്ക് മറ്റ് മാനസികമായിട്ടുള്ള വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും ഡിസ്ചാർജ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അല്പസമയത്തിനകം തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും. അതിൽ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വാപ്പുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 95 വയസ്സുള്ള പ്രതിയുടെ വാപ്പയുടെ ഉമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരിക്കും ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുക. പാങ്ങോട് CI അടക്കമുള്ളവർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. പിന്നീട് മറ്റ് കേസുകളൊക്കെ തന്നെ വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ്. ദേവിക. ശരി, രശ്മി കാർത്തികയാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് ചേർന്നത്.